നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. യുകെയിലെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിൽ മുസ്ലിം മതവിശ്വാസിയായ താനും സുരക്ഷിതനല്ലെന്ന് ലണ്ടൻ മേയർ. സംഭവങ്ങൾ ഹൃദയഭേദകമെന്ന് സാദിഖ് ഖാൻ. ലഹള ഇനിയും അവസാനിച്ചിട്ടില്ലെന്നും കൂടുതൽ സംഭവങ്ങൾ പ്രതീക്ഷിക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചതും വംശീയ വിദ്വേഷത്തിനെതിരെ കടുത്ത പ്രതിഷേധങ്ങളുമായി ജനം തെരുവിലിറങ്ങിയതും വലതുപക്ഷ തീവ്രവാദികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. പല പ്രതിഷേധങ്ങളും അവർക്ക് റദ്ദാക്കേണ്ടതായി വരികയും ചെയ്തു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാൻ ഭരണകൂടത്തിൽ രൂക്ഷമായ ഭിന്നത. പ്രസിഡന്റും റവല്യൂഷണറി ഗാർഡും രണ്ട് തട്ടിൽ. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കെ ഇസ്രായേലിനെതിരെ എങ്ങനെ തിരിച്ചടിക്കണമെന്ന കാര്യത്തിലാണ് പുതുതായി ചുമതലയേറ്റ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. US മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച വിമാനം സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് വിധേയമാക്കി. കിഴക്കൻ ചൈനയിലെ തുറമുഖത്തെ ഞെട്ടിച്ച് കപ്പൽ പൊട്ടിത്തെറിച്ചു. വെള്ളിയാഴ്ചയാണ് ചൈനയിലെ കിഴക്കൻ മേഖലയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ നിങ്ബോ ഷൌഷാൻ തുറമുഖത്താണ് നങ്കുരമിട്ടിരുന്ന കപ്പൽ പൊട്ടിത്തെറിച്ചത്. ശാന്തമാകാതെ ബംഗ്ലാദേശ്. കലാപകലുഷിതമായി രാജ്യം. സുപ്രീം കോടതി വളഞ്ഞും വിദ്യാർത്ഥി പ്രക്ഷോഭം. ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ രാജിവെച്ചു. അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ സെബി അധ്യക്ഷയ്ക്കും ഭർത്താവിനും ഓഹരിയുണ്ടെന്ന് ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ. ഹിൻഡൻബർഗിന്റെ ആരോപണം തള്ളിക്കൊണ്ട് സെബി ചെയർപേഴ്സൺ മാധവി പൂരി ബുച്ച് രംഗത്തെത്തി. ഹിൻഡൻബർഗ് തനിക്കെതിരെ സ്വഭാവഹത്യ നടത്തുകയാണെന്ന് അവർ ആരോപിച്ചു. താൻ നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും സെബിയെ അറിയിച്ചുകൊണ്ടുള്ളതാണെന്നും അതിന്റെ രേഖകൾ ഏത് ഏജൻസിക്കും നൽകാനും തയ്യാറാണെന്നും അവർ പറഞ്ഞു. ബംഗാളിൽ സർക്കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളെ വേണ്ടിവന്നാൽ തൂക്കിലേറ്റുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധങ്ങളെ പിന്തുണച്ചുകൊണ്ട് മമത രംഗത്തെത്തി. കേസ് അതിവേഗ കോടതിയിലേക്ക് മാറ്റുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് സുരേഷ് ഗോപി. ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിലിൽ പങ്കാളിയായി മന്ത്രി AK ശശീന്ദ്രൻ. കാണാതായ അച്ഛനെ തിരയുന്ന മകനെ കണ്ട മന്ത്രി ദുരന്തഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു. നാടിനെ നടുക്കിയ മുണ്ടക്കൈ ദുരന്തത്തിന് കാരണം കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ. അതേസമയം ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് അധികൃതർ. ഒരു പ്രദേശമാകെ ഉരുളെടുത്ത ദുരന്തത്തിൽ കാണാതായവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കുക രക്ഷാദൌത്യത്തിലെ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. ഊഹാപോഹങ്ങളും ആശങ്കകളും കടന്ന് കൃത്യമായ പട്ടിക ഉണ്ടാക്കുകയെന്ന വലിയ ലക്ഷ്യമാണ് ഇതോടെ അധികൃതർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ലോക കായിക മഹോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. 1 വെള്ളിയും 5 വെങ്കലവും അടക്കം 6 മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് നേടാനായത്. 206 രാജ്യങ്ങളിൽ നിന്നായി 10,714 താരങ്ങളാണ് മത്സരിക്കാനിറങ്ങിയത്. 117 താരങ്ങളുമായാണ് ഇന്ത്യ എത്തിയത്. 2 മണിക്കൂറിലധികം നീളുന്ന ഇന്നത്തെ സമാപന പരിപാടിയിൽ ഒളിമ്പിക് പതാക ലോസ് ഏഞ്ചൽസ് ഗെയിംസ് സംഘാടകർക്ക് കൈമാറും. ഇനി 2028 ഒളിമ്പിക്സ് അരങ്ങേറുക US ലോസ് ഏഞ്ചൽസിൽ. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.